നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി മോദിക്ക് സമ്മാനിച്ച് പുടിൻ. റഷ്യ സന്ദർശിച്ച ഇന്ത്യൻ നരേന്ദ്രമോദിക്ക് റഷ്യൻ പരമോന്നത ബഹുമതി നൽകി ആദരിച്ച് വ്ളാഡിമിർ പുടിൻ. റഷ്യയിൽ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ബഹുമതിയാണ് മോദിക്ക് സമ്മാനിച്ചത്. ഇത് ഇന്ത്യ ആകെയുള്ള അംഗീകാരമെന്ന് നരേന്ദ്രമോദി ബഹുമതി ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രതികരിച്ചു. പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ റഷ്യ ബന്ധം ശക്തമാക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ സ്വീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. കാത്തിരിപ്പിന് വിരാമം വിഴിഞ്ഞത്ത് ആദ്യ കപ്പൽ ഇന്ന് രാത്രിയോടെ നങ്കൂരം വിടും. കാത്തിരിപ്പിന് വിരാമമിട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നാളെ കൂറ്റൻ മദർഷിപ്പ് അടുക്കും. ഡാനിഷ് ചരക്ക് കപ്പലായ സാൻ ഫെർണാണ്ടോ രാവിലെ 6 മണിയോടെ ബെർത്തിൽ അടുക്കും. കപ്പൽ ഇന്ന് അർദ്ധരാത്രി തന്നെ പുറംകടലിലെത്തും. വെള്ളിയാഴ്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കപ്പലിന് സ്വീകരണം. തൊഴിലുറപ്പ് തൊഴിലാളികളായ സ്ത്രീകൾക്ക് വൈകിട്ട് 4-ന് മുൻപ് വീട്ടിലെത്താൻ സൗകര്യമൊരുക്കും സുരേഷ് ഗോപി. തൊഴിലുറപ്പ് പദ്ധതിയുടെ സമയമാറ്റം പരിഗണനയിലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വനിതാ തൊഴിലാളികൾക്ക് വൈകിട്ട് 4-ന് മുൻപ് വീട്ടിലെത്താൻ സൗകര്യമൊരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയമല്ലെന്നും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇടതുമുന്നണി സ്ഥാനത്തിരിക്കാൻ EP ജയരാജൻ അർഹനല്ല. മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയും CPI-യിൽ വിമർശനം. CPI സംസ്ഥാന കൗൺസിലിൽ LDF കൺവീനർ EP ജയരാജനെതിരെ അതിരൂക്ഷ വിമർശനം. ഇടതുമുന്നണി സ്ഥാനത്തിരിക്കാൻ EP ജയരാജൻ അർഹനല്ലെന്നും EP ജയരാജന്റെ BJP ബന്ധവിവാദം നിഷ്കളങ്കമല്ലെന്നും വിമർശനം ഉയർന്നു. മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയും സംസ്ഥാന കൗൺസിലിൽ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായി. പകർച്ചവ്യാധിയിൽ വലഞ്ഞ് സംസ്ഥാനം. കോളറ ഭീതിയിൽ തലസ്ഥാനം. 11 പേർ ചികിത്സയിൽ. സംസ്ഥാനത്ത് കോളറ സ്ഥിരീകരിച്ചതിന് പിന്നാലെ കർശന നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. നെയ്യാറ്റിൻകരയിൽ കോളറ സ്ഥിരീകരിച്ച പുനരധിവാസ കേന്ദ്രത്തിൽ നിന്നുള്ള ആളുകൾക്കാണ് ആദ്യം കോളറ സ്ഥിരീകരിച്ചത്. ഇതിന് പിന്നാലെ പുനരധിവാസ കേന്ദ്രത്തിൽ നിന്നുള്ള കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ആരോഗ്യവകുപ്പ്. നിലവിൽ 10 വയസ്സുകാരനായ അന്തേവാസിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 11 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട്. ഇവരിൽ 4 പേരുടെ സാമ്പിൾ ഫലങ്ങളാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. പബ്ലിക് ഹെൽത്ത് ലാബിലാണ് സാമ്പിൾ പരിശോധിക്കുന്നത്. രോഗലക്ഷണങ്ങളുള്ളവർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. രോഗ ഉറവിടം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. നെടുമ്പാശ്ശേരിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 13 കോടി രൂപയുടെ കൊക്കൈനുമായി കെനിയൻ പൗരൻ പിടിയിൽ. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 13 കോടിയിലധികം വിലമതിക്കുന്ന കൊക്കൈനുമായി കെനിയൻ പൗരൻ ജെങ്ക ഫിലിപ്പ്
ജൊറോഗലാണ് പിടിയിലായത്. മദ്യക്കുപ്പിയിൽ കലർത്തിയ നിലയിലായിരുന്നു 1100 ഗ്രാം കൊക്കെയിൻ. സമീപകാലത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ലഹരി വേട്ടയാണിത്. ആവശ്യത്തിന് തൊഴിലവസരമില്ല, യുവാക്കൾക്ക് ഇന്ത്യയിൽ ദുരിതകാലമെന്ന് റിപ്പോർട്ട്. സിറ്റി ബാങ്കിനെതിരെ കേന്ദ്രം ആയുധമാക്കി ഖർഗെ. 7% GDP വളർച്ചാ നിരക്ക് ഉണ്ടായിട്ടും ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഇന്ത്യ പ്രയാസപ്പെടുകയാണെന്ന US ആസ്ഥാനമായുള്ള ബാങ്കിംഗ് ഭീമൻ സിറ്റി ഗ്രൂപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട് തള്ളി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. ഔദ്യോഗികമായി കണക്കുകൾ ലഭിക്കുന്ന പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്യാപിറ്റൽ, ലേബർ, എനർജി, മെറ്റീരിയൽ ആൻഡ് സർവീസസ് ഡാറ്റ എന്നിവ പോലും പരിശോധിക്കാതെയാണ് സിറ്റി ഗ്രൂപ്പ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് കേന്ദ്ര മന്ത്രാലയം ആരോപിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളിലെ 10 ലക്ഷത്തോളം വരുന്ന ഒഴിവുകൾ നികത്താനും റിപ്പോർട്ടിൽ സർക്കാരിനോട് സിറ്റി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസ് ഇവരുടെ കണ്ടെത്തലുകളെ അംഗീകരിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയമാണെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. അമിത വേഗത്തിലെത്തിയ കാർ യുവതിയെ ഇടിച്ചു തെറിപ്പിച്ചു. നാട്ടുകാർ ഓടിയെത്തും മുൻപ് കാറുമായി രക്ഷപ്പെട്ട് ഡ്രൈവർ. മുംബൈയിൽ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ച യുവതി മരിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5 മണിയോടെ ഗംഗാപൂർ മേഖലയിലുണ്ടായ അപകടത്തിൽ വൈശാലി ഷിൻഡെ എന്ന യുവതിയാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.